അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള ഹ്യൂമാനിസമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒന്നാം ഭാഗം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് വേഗം പോയി കണ്ട് പഠിച്ചിട്ട് വേണം രണ്ടാം ഭാഗം കാണാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗം തുടങ്ങാം. ഓക്കെ ആണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് നമ്മൾ ഒന്നാം ഭാഗത്തിൽ പഠിച്ചത്? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഹ്യൂമാനിസം അല്ലേ. നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് പേജിൽ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു. ആരാണ്? റോജർ ബേക്കോൺ. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനാണ് റോജർ ബേക്കോൺ. അപ്പോൾ ആളൊരു കോട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കോട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ് കണ്ടത്? 14ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്പിൽ ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നും അവിടെ പ്രധാനമായി ഉണ്ടായിരുന്ന സംസ്കാരം ഏതാണെന്നും ആ മാറ്റങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങൾ ഏതാണെന്നും നമ്മൾ കണ്ടു ഇല്ലേ? യെസ്, ഞാൻ പറഞ്ഞു ഒരു 6-8 എണ്ണം എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനുശേഷം എന്താണ് റിനൈസൻസ് എന്ന് പറയുവാണ്. റിനൈസൻസ് എന്താണ്? റിനൈസൻസിൻ്റെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. റിനൈസൻസ് ഈസ് കൺസിഡേർഡ് ആസ് എ പീരീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം എവിടുന്ന്? മിഡീവിയൽ ഫ്യൂഡലിസത്തിൽ നിന്ന് മോഡേൺ ഏജിലോട്ടുള്ള ആ പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ് റിനൈസൻസ്. ക്ലിയർ ആണല്ലോ? യെസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്? ഇറ്റലിനെ പറ്റി പഠിച്ചു അല്ലേ. ഇറ്റലിയിൽ എന്തുകൊണ്ട് നവോത്ഥാനം സംഭവിച്ചു? ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇറ്റലിയിലെ സിറ്റി വേറെ സിറ്റി, യൂറോപ്പിലെ പല ഭാഗങ്ങളിലുള്ള സിറ്റികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. അതിൻ്റെ ഒരു 2 പോയിന്റ് നമ്മൾ കണ്ടു ഇല്ലേ? യെസ്. അതിനുശേഷം നമ്മൾ എന്താണ് പഠിച്ചത്? 11ാം നൂറ്റാണ്ട് മുതൽ മിഡീവിയൽ ഫ്യൂഡലിസ്റ്റിക് സിസ്റ്റം ഇങ്ങനെ നശിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുതിയ സമ്പന്ന കുടുംബങ്ങൾ രൂപപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ കുടുംബങ്ങളുടെ കുറച്ച് പേരുകളും അതുപോലെ തന്നെ അത് നിലനിന്നിരുന്ന നഗരങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഒരു 5 എണ്ണേ പഠിക്കാനുള്ളൂ. അതൊന്ന് വേഗം പഠിക്കാം. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ ക്ലാസ് എടുത്തത്. ക്ലിയർ അല്ലേ? യെസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രൂസേഡ്സ്, കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് മുതലാണ് നമ്മൾ ക്ലാസ് എടുക്കുക. എന്താണ് കുരിശ് യുദ്ധങ്ങൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് വീഡിയോ കേട്ടിട്ടുണ്ട് അല്ലേ, പക്ഷെ എന്താണെന്ന് അറിയണ്ടാവില്ല. ഓക്കെ, നമുക്ക് വായിക്കാം. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തേക്കാണ്. ദ ക്രൂസേഡ്സ് എന്ന് വെച്ചാൽ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടില്ലേ? യെസ്, അതൊരു വിശുദ്ധ നഗരമാണ് അല്ലേ. അപ്പോൾ ഈ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം ക്രിസ്ത്യൻസിനും അതുപോലെ തന്നെ മുസ്ലിംസിനും ഒരേപോലെ വേണ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. ഏത്? ജെറുസലേം. ഒരു ഹോളി ലാൻഡാണ്, ഒരു വിശുദ്ധ നഗരമാണ് ജെറുസലേം. ഓക്കെ, അപ്പോൾ ഈ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടി ഈ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ മുസ്ലിംസും തമ്മിലുണ്ടായിട്ടുള്ള യുദ്ധങ്ങളെയാണ്, അടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുരിശ് യുദ്ധങ്ങൾ, ക്രൂസേഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ക്രൂസേഡ്സ് ഏത് നൂറ്റാണ്ടിലാണ് സംഭവിച്ചിരുന്നത്? 11ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ക്രൂസേഡ്സ്, കുരിശ് യുദ്ധങ്ങൾ പ്രധാനമായും നടന്നിരുന്നത്. ഓക്കെ ആണല്ലോ? ഇതുവരെ ക്ലിയർ അല്ലേ? എന്താണ് കുരിശ് യുദ്ധങ്ങൾ എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. The Crusades that took place during the medieval period facilitated cultural exchange between East and West. അപ്പം ഇങ്ങനെ കുരിശ് യുദ്ധങ്ങൾ നടന്നപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈസ്റ്റ് ഭാഗവും വെസ്റ്റ് ഭാഗവും, യൂറോപ്പിൻ്റെ ഈസ്റ്റും വെസ്റ്റും, ഓക്കെ, ഈ ഭാഗങ്ങൾ തമ്മിൽ വലിയ ബന്ധമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ യുദ്ധങ്ങൾ നടന്നപ്പം അവർക്ക് 2 പേരുടെയും അവരവരുടേതായിട്ടുള്ള സംസ്കാരങ്ങൾ തമ്മിൽ പരിചയത്തിലാവാൻ തുടങ്ങി. അതാണ് കൾച്ചറൽ എക്സ്ചേഞ്ച് അവിടെ സംഭവിച്ചു. അവരുടെ സംസ്കാരങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ഈ ഒരു കുരിശ് യുദ്ധങ്ങളുടെ സമയത്ത്. എന്ന് പറഞ്ഞാൽ ഈസ്റ്റുകാർക്ക് വെസ്റ്റുകാരെയും വെസ്റ്റുകാർക്ക് ഈസ്റ്റുകാരെയും മനസ്സിലായി. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന നഗരം ഏതാണ് അല്ലെങ്കിൽ രാജ്യം? ഇറ്റലിയാണല്ലേ. അപ്പോൾ ഇറ്റലി എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ വെസ്റ്റ് സൈഡിലാണ് ഉള്ളത്. എവിടെയാണ്? വെസ്റ്റ് സൈഡിൽ. അപ്പോൾ ഇറ്റലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായും ആലോചിക്കേണ്ട കാര്യം, ഇറ്റലിക്കാർ ഭയങ്കര കണ്ണിങ് ആണ്. അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഇറ്റലിക്കാർ എന്ത് ചെയ്തു? ഇറ്റലി വെസ്റ്റ് സൈഡിലാണെന്ന് ഞാൻ പറഞ്ഞു. അവർ
ഈസ്റ്റ് സൈഡിലുള്ള എല്ലാ കൾച്ചേഴ്സും അവിടുത്തെ പ്രധാന നഗരങ്ങളും അവിടുത്തെ ആളുകളെ പറ്റിയൊക്കെ നല്ലോണം പഠിച്ചു. ആര്? ഇറ്റാലിയൻ സിറ്റികളിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ. അപ്പം ഇറ്റാലിയൻ സിറ്റി വെസ്റ്റ് സൈഡിലാണ്. ഇറ്റാലിയൻ സിറ്റി എന്ത് ചെയ്തു? ഈസ്റ്റ് സൈഡിലുള്ള എല്ലാ കൾച്ചറുകളും അവിടുത്തെ നഗരങ്ങളും ആളുകളുടെ ജീവിതവും എല്ലാം പഠിച്ചു. ഇതെന്തിനാണ് അവർ പഠിച്ചത് എന്ന് ചോദിക്കും നിങ്ങൾ എൻ്റെ അടുത്ത്. എന്തിനാണ് പഠിച്ചത്? കാരണം അവരുടെ പ്രധാന ലക്ഷ്യം അവർക്ക് ഗ്രോത്ത് ആണ്. എന്താണ്? അവർക്ക് വളരണം, സമ്പന്നരാവണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ആർക്കുള്ളൂ? ഇറ്റാലിയൻസിനുള്ളൂ. അപ്പം ഇവരെന്ത് ചെയ്തു? ഈ ഇറ്റാലിയൻ സിറ്റീസ് ഇതെല്ലാം പഠിച്ചത് കൊണ്ട് ഇവരുടെ വളർച്ച അതിവേഗം ആക്സിലറേറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവേഗമായി ഇവരുടെ വളർച്ച. ഓക്കെ, അതിൻ്റെ ഫലമായി അവിടെ ഒരു വ്യാപാരം നടക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാപാരം കൂടുതൽ ശക്തിപ്പെടുകയാണ്. എങ്ങനെ? ആസ് എ റിസൾട്ട് ഓഫ് ട്രേഡ് ലിങ്ക്സ് വിത്ത് ആരൊക്കെ ആയിട്ടുള്ളത്? 2 എംപയറിൻ്റെ പേര് അവിടെ പറയുന്നുണ്ട്. എത്ര എണ്ണം? 2 എണ്ണം. ഇസ്ലാമിക് എംപയറും ബൈസാൻറ്റൈൻ എന്ന് വെച്ചാൽ ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും അറിയപ്പെടുന്നുണ്ട്. 2 എംപയർ, അത് നിങ്ങൾ പേര് പഠിച്ചു വയ്ക്കുക. ഇസ്ലാമിക് എംപയറും ബൈസാൻറ്റൈൻ എംപയറും. അപ്പം ഈ 2 എംപയറും തമ്മിലുള്ള വ്യാപാരം കാരണം എന്താ സംഭവിച്ചത്? ഇറ്റാലിയൻ സിറ്റിയിലോട്ട് കുത്തനെ കാശ്, ഈ സമ്പന്നത കൂടിത്തുടങ്ങി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാശ് വന്ന് കൂടിത്തുടങ്ങി. ഇത്രയും വ്യാപാരം ഇസ്ലാമിക് എംപയറും അതുപോലെ തന്നെ ബൈസാൻറ്റൈൻ എന്ന് പറയുന്ന എംപയറും എന്ത് ചെയ്തു? അവർ വ്യാപാരം നടത്തിയപ്പോൾ ഒരുപാട് കാശ് അവരിലോട്ട് വരാനായിട്ട് തുടങ്ങി. എവിടോട്ട് വരാൻ തുടങ്ങി? ഇറ്റലിക്ക് വരാൻ തുടങ്ങി. ഓക്കെ, ഓവർ ടൈം merchants in Italian cities gained monopoly in the trade between east and the west in the Mediterranean. മെഡിറ്ററേനിയൻ സീ കേട്ടിട്ടില്ലേ? യെസ്. അങ്ങനെ മെഡിറ്ററേനിയൻ സീയുടെ ഈസ്റ്റും വെസ്റ്റും ഭാഗങ്ങളിലുള്ള എല്ലാ വ്യാപാരങ്ങളിലും മോണോപോളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തക വളരെ ശക്തി ആർജിച്ചു എന്ന്. ആര്? നമ്മുടെ ഇറ്റാലിയൻ നഗരത്തിലെ വ്യാപാരം ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അപ്പം കുരിശ് യുദ്ധങ്ങൾ നടന്നപ്പം ആർക്ക് ഇവിടെ ബെനിഫിറ്റ് ആണ്? ഇറ്റാലിയൻ സിറ്റിയിലെ വ്യാപാരം നടത്തുന്ന ആളുകൾക്ക് കുരിശ് യുദ്ധങ്ങൾ വളരെ സഹായിച്ചു. ക്ലിയർ ആണല്ലോ? ക്രൂസേഡ്സ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. 2 എംപയറിൻ്റെ പേര് പറയുന്നുണ്ട്, ഇസ്ലാമിക്കും ബൈസാൻറ്റൈൻ. ബൈസാൻറ്റൈൻ എംപയർ ഈസ് ഓൾസോ നോൺ ആസ് ഈസ്റ്റേൺ റോമൻ. മറക്കരുത്. ഓക്കെ, ക്രൂസേഡ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഒരു നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ബ്ലാക്ക് ഡെത്ത് അല്ലേ? ബ്ലാക്ക് ഡെത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത് പഠിക്കുക. ദി ബ്യൂബോണിക് പ്ലേഗ് വിച്ച് ഇറപ്റ്റഡ് ഇൻ ദി mid-14th century സിവിയർലി എഫക്റ്റഡ് ദി ഇറ്റാലിയൻ സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14ാം നൂറ്റാണ്ടിൻ്റെ ഒരു പകുതിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈ ബ്യൂബോണിക് പ്ലേഗ്, ബ്ലാക്ക് ഡെത്തിൻ്റെ വേറൊരു പേരാണെന്ത്? ബ്യൂബോണിക് പ്ലേഗ്. അത് നമ്മുടെ ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി എന്ത് ചെയ്തു? ബാധിച്ചു. ഓക്കെ, ദിസ് കറ്റാസ്ട്രോഫിക് ഇവൻറ്റ് നോൺ ആസ് എന്താണ്? ബ്ലാക്ക് ഡെത്ത് ക്ലെയിംഡ് ദ ലൈവ്സ് ഓഫ് 1000 റിസൾട്ടിങ് ഇൻ എ സിവിയർ ഷോർട്ടേജ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ഈ കറ്റാസ്ട്രോഫിക് ഇവൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ നാശം വിതച്ച ഒരു സംഭവമായിരുന്നു ഈ പറഞ്ഞ ബ്യൂബോണിക് പ്ലേഗ്. ഓക്കെ, ഇതിനെ നമ്മൾ ബ്ലാക്ക് ഡെത്ത് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു അസുഖം കാരണം ഒരു 1000കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവിടെ ഓരോ കാര്യങ്ങൾക്ക് പണിയെടുക്കാനായിട്ട് ലേബർ ആളുകളെ കിട്ടുന്നില്ല. എല്ലാവർക്കും അസുഖമായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് പണിക്ക് ആളുകളെ കിട്ടാത്തത് ഒരു പ്രശ്നമായി മാറിയതെന്നറിയോ? അത് അടുത്ത സെൻറ്റൻസ് വായിച്ച് നമുക്ക് മനസ്സിലാവും. Consequently, this paved the way for the decline of medieval feudalism that was heavily reliant on the agricultural sector. നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ ഫ്യൂഡലിസം എന്താണെന്ന് നമുക്കറിയാം. ഈ മിഡീവിയൽ ഫ്യൂഡലിസത്തിൻ്റെ ഒരു നാശമാണ് ഇവിടെ സംഭവിച്ചത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഡീവിയൽ ഫ്യൂഡലിസം എന്താണ്? കൃഷി സംബന്ധമായിട്ടാണ് നിലനിന്നിരുന്നത്. കാരണം നമ്മൾ പറഞ്ഞില്ലേ തട്ടായിട്ടുള്ള ഭരണമാണ് അല്ലേ? ഏറ്റവും താഴെത്തട്ടിലുള്ളവരെല്ലാവരും തൊഴിലാളികളാണ്. അവർക്ക് എല്ലാവർക്കും ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്മേലാണ് ഈ മിഡീവിയൽ ഫ്യൂഡലിസം
ഈ നിലനിന്ന് പോകുന്നത്. ഓക്കെ, അവർക്ക് എല്ലാവർക്കും അസുഖം ബാധിച്ച് കിടപ്പിലാണ്, ആരും പണിക്ക് പോകുന്നില്ല. അപ്പം അങ്ങനെ ഈ മിഡീവിയൽ ഫ്യൂഡലിസം തന്നെ അവിടെ എന്ത് ചെയ്യാണ്, നശിക്കുകയാണ്. ഓക്കെ, furthermore it facilitated the emergence of a new commercial middle class. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഒരു പുതിയ വിഭാഗം സൊസൈറ്റിയിൽ വേണം. അത് ഏതാണെന്ന് അടുത്ത സെൻറ്റൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലാവുന്നത്. When traditional medicines failed to fight the plague, people began to explore the medical sciences of ancient Greece and Rome. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പരമ്പരാഗതമായിട്ട് ഒരുപാട് മരുന്നുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ അസുഖം വന്നപ്പം അവർക്ക് അതൊന്നും ഉപയോഗിച്ച് ഈ അസുഖം മാറ്റാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പണ്ടത്തെ ഗ്രീസും റോമിലൊക്കെ ഉള്ള ഒരുപാട് സയൻസ്, മെഡിക്കൽ സയൻസിനെ പറ്റി കൂടുതൽ പഠിക്കണം എന്നവർക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ട് അവരതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ, പഠിക്കാനായിട്ട് തുടങ്ങി. ദി ടെറേഴ്സ് ഓഫ് ദി പ്ലേഗ് prompted human beings to contemplate the fleeting nature of life, seek wellness, and focus on their own well-being. This introspection paved the way for the emergence of humanism. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേഗ് പോലെയുള്ള ഒരു അസുഖം വന്നപ്പം, ഓക്കെ, ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു ടെറേഴ്സ് ഓഫ് പ്ലേഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഭീകരമായ പ്ലേഗിൻ്റെ അവസ്ഥ കണ്ടപ്പം അവിടുത്തെ ജനങ്ങൾക്ക്, അവിടുത്തെ ഹ്യൂമൻസിന് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ അവർ ചിന്തിക്കാൻ തുടങ്ങി, ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു നൈമിഷികത്തെ പറ്റിയും അതുപോലെ തന്നെ അവർ അവരുടേതായിട്ടുള്ള സുഖങ്ങൾ നോക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ തന്നെ ജീവിതത്തെ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ജീവിതം ഇച്ചിരി ഉള്ളൂന്നും ഹ്യൂമാനിസം, മനുഷ്യകത അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നും അവർക്ക് മനസ്സിലാവാനായിട്ട് ഈ പ്ലേഗ് സഹായിച്ചു. ഓക്കെ, ഈ പ്ലേഗ് എന്തിനാണ് വന്നത് ശരിക്കും? അവിടെ ഉണ്ടാവാതിരുന്ന മാനവികത എന്ന് പറയുന്ന ഒരു മൂല്യം വളർത്തിയെടുക്കാൻ ഇങ്ങനൊരു അസുഖം വേണ്ടി വന്നു. ഓക്കെ, യെസ്, എല്ലാവർക്കും ബ്ലാക്ക് ഡെത്ത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, എന്താണ് ബ്ലാക്ക് ഡെത്ത് എന്നൊക്കെ. അതൊരു ബ്ലാക്ക് ബോയിൽസ്, ഒരു കറുത്ത കുമിളകൾ പോലെയാണ് ഈ അസുഖം വരുന്നത് കേട്ടോ. അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ല ക്ലിയർ ആയി കേൾക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മളൊരു ഫ്ലോയിൽ വന്നില്ലേ, പക്ഷെ ഇനി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നാം. ഓക്കെ, അത് സ്വാഭാവികമാണ്. പിന്നെ ഇതിങ്ങനെ കണ്ടോ, ഒരൊറ്റ പാരഗ്രാഫായിട്ട് കുറേ കാര്യങ്ങൾ പറയാം. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾ പോയിൻ്റ് ആയിട്ട് പഠിച്ചാൽ മതി, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഫസ്റ്റ് പോയിന്റ് പറയാണ്, ദി പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി and social unity of the cities fostered civic sense and self-respect among people. എന്താണ് പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സമ്പത്ത് അല്ലേ. ഇനി പൊളിറ്റിക്കൽ ലിബർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ഓക്കെ, എന്താണ് പൊളിറ്റിക്കൽ, രാഷ്ട്രീയ അല്ലേ, അതിൻ്റെ ലിബർട്ടി സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞാൽ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ആൻഡ് സോഷ്യൽ യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യൽ, സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഐക്യം അല്ലെ. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഐക്യം. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞപ്പോൾ, പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി, സോഷ്യൽ യൂണിറ്റി ഓഫ് ദി സിറ്റീസ്, അവിടുത്തെ ഉണ്ടായിരുന്ന നഗരങ്ങളിലെ ഈ മൂന്ന് കാര്യങ്ങൾ കാരണം ഫോസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, വളർത്തിയെടുത്തു. എന്ത് വളർത്തിയെടുത്തു? സിവിക് സെൻസ്, പൗരബോധം. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു രാജ്യത്ത് ഇത്രയും കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, സമ്പത്തുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, സമൂഹത്തിൽ ഐക്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും, ഇതെൻ്റെ രാജ്യമാണ്, ഒരു പൗരബോധവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റ്, ഒരു ആത്മാഭിമാനവും ഒക്കെ നമുക്ക് തോന്നും. ക്ലിയർ അല്ലേ? അപ്പം അത് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾക്ക്, അവിടെ ഉണ്ടായിരുന്ന നഗരത്തിലെ ജനങ്ങൾക്കും തോന്നിയ കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ പഠിച്ചത്. ഞാൻ ഞങ്ങൾ എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു പോകാനാണ്. കുറച്ച് കഴിഞ്ഞ് വായിക്കുമ്പോൾ ഇത് എന്തിട്ടാന്ന് തോന്നും. ഓക്കെ, അപ്പം അങ്ങനെ തോന്നരുത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ദ പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി, സോഷ്യൽ യൂണിറ്റി.
ഈ 3 കാര്യങ്ങൾ അവിടെ അടിപൊളിയായതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾക്ക് എന്തൊക്കെ തോന്നി? ആ ഒരു പൗരബോധം, സിവിക് സെൻസ് തോന്നി. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ എന്താണ്? അവിടെ ജീവിക്കുന്നത് കൊണ്ട് അവർക്കൊരു ആത്മാഭിമാനമൊക്കെ തോന്നാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? യെസ്. രണ്ടാമത്തെ പോയിന്റ് പറയാണ് റിവൈൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദി കൺസെപ്റ്റ്സ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആൻഡ് ഗവേണൻസ് that had flourished in the ancient Roman Empire began to spread. അപ്പോൾ ഈ പ്രാചീന റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞു? ഇപ്പോൾ ക്രമസമാധാനം, അവിടുത്തെ നിയമങ്ങളും അത് പാലിക്കപ്പെടാനായിട്ട് അവർ ചെയ്തിരുന്ന കാര്യങ്ങളും ഭരണരീതികളും എല്ലാം, അവിടുത്തെ ആശയങ്ങൾ, അവിടുത്തെ ഇൻട്രസ്റ്റുകളെല്ലാം എന്ത് ചെയ്തു? നമ്മുടെ ഇറ്റലിയിൽ മുഴുവനായിട്ടും സ്പ്രെഡ് ചെയ്തു. പ്രചരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ് ഓർമ്മയില്ലേ? യെസ്. പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി, സോഷ്യൽ യൂണിറ്റി ഒക്കെ കാരണം അവിടുത്തെ ജനങ്ങൾക്ക് സിവിക് സെൻസ്, പൗരബോധവും ആത്മാഭിമാനവും സെൽഫ് റെസ്പെക്റ്റും തോന്നി. അതുപോലെ തന്നെ ആൻഷ്യന്റ് റോമൻ എംപയറിലുണ്ടായിരുന്ന ലോ, ഓർഡർ, ഗവേണൻസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ എന്തു ചെയ്തു? നമ്മുടെ ഇറ്റലിയിൽ ഫ്ലറിഷ് ആവാൻ, പടർന്ന് പന്തലിക്കാനായിട്ട് തുടങ്ങി. അതാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പഠിച്ചത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എ സെക്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ വെൽ വേഴ്സ്ഡ് ഇൻ ദി ആൻഷ്യന്റ് റോമൻ ലോ ആൻഡ് ദി ലാറ്റിൻ ലാംഗ്വേജ് ടേൺഡ് ദെയർ അറ്റൻഷൻ ടു കമേഴ്ഷ്യൽ പെർസ്യൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ജനങ്ങൾക്ക് എന്തിൽ നല്ല പാണ്ഡിത്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് ഈ ആൻഷ്യൻ റോമൻ നിയമങ്ങൾ അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങളും അതുപോലെ തന്നെ ലാറ്റിൻ ഭാഷയും നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളെ എന്തിലേക്ക് തിരിഞ്ഞു? കമേഴ്ഷ്യൽ പെർസ്യൂട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമേഴ്ഷ്യൽ പെർസ്യൂട്ട്സ് എന്നൊറ്റ വാക്കിൽ നമ്മൾ പറയുവാണെങ്കിൽ പ്രധാനമായിട്ടും ഈ വാണിജ്യം, ട്രേഡൊക്കെ നടത്തുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുവാനായിട്ട് പ്രാപ്തിയുള്ള ട്രേഡൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങളെ, ഒരു വിഭാഗം ആളുകളെ ഒരുമിച്ച് പറയുന്ന പേരാണ് കമേഴ്ഷ്യൽ പെർസ്യൂട്ട്സ്. അവർക്ക് എന്തൊക്കെ രണ്ട് പ്രത്യേകതയാണുള്ളത്? എന്തായിരുന്നു? അവർക്ക് ആൻഷ്യൻ റോമൻ ലോ നന്നായി അറിയാമായിരുന്നു, അതുപോലെ തന്നെ ലാറ്റിൻ ലാംഗ്വേജും നന്നായിട്ട് അറിയാം. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ പോയിന്റും സിമ്പിളാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്താണ്? പ്രാചീന റോമൻ കാര്യങ്ങളൊക്കെ പഠിക്കാനും പരിചയപ്പെടാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് ദിസ് ഇൻ ടേൺ സ്പാർക്ഡ് എ റിന്യൂഡ് ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജസ്, ലിറ്ററേച്ചർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ആൻറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവർക്ക് അവിടെ ഉണ്ടായിരുന്ന പ്രാചീനമായി ഉണ്ടായിരുന്ന ഭാഷകളും വെച്ചാൽ ക്ലാസിക്കൽ ലാംഗ്വേജസ്, അതുപോലെ തന്നെ സാഹിത്യം, ലിറ്ററേച്ചർ, അവിടുത്തെ സ്ഥാപനങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പിന്നെ ആൻറ്റിക്വിറ്റി എന്ന് വെച്ചാൽ പൗരാണികത അവിടെ ഉണ്ടായിരുന്ന പണ്ടത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് എന്താണ്? പുതിയ അവർക്ക് അതിനെ പറ്റി കൂടുതൽ അറിയണം, അങ്ങനത്തെ ഒരു താല്പര്യം ഇവരിൽ കൂടുതൽ ജനിച്ചു. ഈച്ച് സിറ്റി ആസ്പിയർഡ് ടു ബിക്കം എ സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അവിടെ ഉണ്ടായിരുന്ന ഓരോ നഗരങ്ങൾക്കും ഞാൻ ഇങ്ങനെ ഒരു സെൻറ്റർ, ഈ അവിടുത്തെ ഒരു കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒരു സെൻറ്ററായി മാറണം എന്ന് ഓരോ നഗരങ്ങളും ആഗ്രഹിച്ചു തുടങ്ങി. അപ്പം എന്തുണ്ടാവുക? എല്ലായിടത്തും, എല്ലാ നഗരങ്ങളിലും നല്ല നല്ല കലകളും സാഹിത്യങ്ങളും ഉണ്ടാവാനായിട്ട് തുടങ്ങും ഇല്ലേ? യെസ്. അങ്ങനെ ഓരോ സിറ്റികൾക്കും ആ ഒരു ആഗ്രഹം ഉണ്ടായി. അണ്ടർ ദി പാട്രോണേജ് ഓഫ് റൂളേഴ്സ് ആൻഡ് ക്ലർജി, പീപ്പിൾ സോട്ട് ഔട്ട്, കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് ദി റെമനൻസ് ഓഫ് ആൻഷ്യന്റ് റോം, ഇൻക്ലൂഡിംഗ് പെയിൻറ്റിങ്സ്, മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് ആർക്കിടെക്ചറൽ റിമെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഭരണകർത്താക്കളുടെയും അതുപോലെ തന്നെ ക്ലർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതന്മാർ അവരുടെയൊക്കെ ഒരു നേതൃത്വത്തിൽ അവരെന്ത് ചെയ്തു? അവിടുത്തെ ജനങ്ങൾ ഓരോ സംഭവങ്ങൾ, എന്ത് സംഭവങ്ങൾ? അവിടെ ഉണ്ടായിരുന്ന പുരാതന റോമിലെ പെയിൻറ്റിങ്സും മാനുസ്ക്രിപ്റ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അവിടുത്തെ കയ്യെഴുത്ത് പ്രതികൾ, അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ റിമെയിൻസ്, ഓരോ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പ്രാചീന ബിൽഡിങ്സിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ ആളുകൾ, അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു? എടുത്തു വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. The rulers realized that
Rather than waging wars, commissioning grand buildings and fostering art and literature would be a better way to leave a lasting legacy in the minds of the people. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണകർത്താക്കൾക്ക് എന്ത് കാര്യം മനസ്സിലായി? ഇങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്താണ്? അടിപൊളി ബിൽഡിങ്ങുകളും അവിടുത്തെ കലയും സാഹിത്യവും ഒക്കെ വളർത്തിയെടുക്കുക അല്ലെങ്കിൽ അതൊക്കെ സൃഷ്ടിക്കുക, അതായിരിക്കും ജനങ്ങളുടെ മനസ്സിൽ എന്ന് നിലനിൽക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ലെഗസി എന്ന് വെച്ചാൽ പൈതൃകം എന്നൊക്കെ പറയാം. അപ്പം അതൊക്കെയാണ് എന്നും ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുക എന്ന് അവിടുത്തെ റൂളേഴ്സിനെ തോന്നി. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. ഓക്കെ, ഇങ്ങനൊരു അസുഖം വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ ഈ കേൾക്കണേ കേട്ടോ. അപ്പം അവർ യുദ്ധങ്ങളെക്കാളും എന്ത് പ്രിഫർ ചെയ്തു? അവിടുത്തെ കലകളും ആർട്ടും അതുപോലെ തന്നെ ലിറ്ററേച്ചറും ഒക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വരെയാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഇച്ചിരി സ്ലോ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എനിക്കറിയാം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ക്യാപ്പബിലിറ്റി ആവില്ല. അപ്പോൾ തീരെയും എന്താ പറയുക, ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ടി നിങ്ങൾ വേണമെങ്കിൽ 1.5x 2x ഒക്കെ ഇട്ട് കണ്ടോ, കുഴപ്പമില്ല. എക്സാം ടൈമൊക്കെ ആകുമ്പോൾ അങ്ങനെ കാണുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ആദ്യം പഠിക്കുമ്പം ഒരു ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്ലോയിൽ പഠിക്കുക, ഒരു ധൃതിയുമില്ല. ഓക്കെ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ഇനിയിപ്പോൾ ഏതെങ്കിലും വാക്കുകൾ ഞാൻ വിട്ടിട്ടുണ്ട്, അതിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടിൽ ഈ അടുത്ത പാരഗ്രാഫ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതുവരെ നല്ല പക്കയായിട്ട് പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിലേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം.